ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നല്ലൊരു പ്ലാന്റുമായിട്ടാണ് നിങ്ങളുടെ അടുക്കലോട്ട് വന്നിരിക്കുന്നത്. ഈ പ്ലാന്റിലുണ്ടായിരിക്കുന്ന പൂക്കളും ഈ പ്ലാന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പറയാനായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. എന്ത് രസമാണെന്നറിയാവോ? ഇതിൻ്റെ പൂക്കൾ വളരെ ഭംഗിയുള്ള പൂക്കളുള്ള ഒരു പ്ലാന്റാണ് ഈ അഡീനിയം. ഈ പൂക്കൾക്ക് വെയിലടിക്കുമ്പം ഒരു പ്രത്യേക കളറാണ് ഉണ്ടാകുന്നത് കേട്ടോ. ചില നല്ല വെയിൽ അങ്ങോട്ട് അടിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഇതേ നോക്കുമ്പോൾ തന്നെ ആ കളർ തിരിച്ച് നമ്മുടെ കണ്ണിലോട്ട് അടിക്കുന്നതായിട്ടുള്ള ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ഈ വെയിലടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര തിളക്കം ഈ പൂവിന് ഉണ്ടാകും. അതാണ് ഈ അഡീനിയം പ്ലാന്റിനുള്ള ഒരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്. നല്ല കൊലയായിട്ടാണ് ഇവിടുത്തെ പൂക്കളുണ്ടാകുന്നത്. അപ്പം ഒരാഴ്ച ഇതേൽ പൂക്കൾ നിറഞ്ഞിങ്ങനെ ഉണ്ടാകാൻ തുടങ്ങിയിട്ട്, എന്നാൽ കുറച്ച് പൂക്കളൂടെ വിരിയട്ടെ എന്ന് കണ്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഉണ്ടാകുന്ന പൂക്കൾ കുറേ അങ്ങ് പൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇന്നിപ്പം പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചേ. ഒരു ദിവസം ഞാൻ ഈ പ്ലാന്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ പ്ലാന്റിൻ്റെ നടുവശം നോക്കി നല്ലതായിട്ട് ചീഞ്ഞ് പോയിരിക്കുന്നു. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് തന്നെ ഞാൻ നല്ലൊരു കത്തി എടുത്തിട്ട് ആ ചീഞ്ഞ ആ ഭാഗം മുഴുവനും ക്ലീൻ ചെയ്തു. അത് എവിടെ വരെ അതിൻ്റെ ചീയൽ വന്നിട്ടുണ്ടോ അത്രയും ഭാഗം വരെയും നമ്മളത് ചെത്തി ക്ലീൻ ചെയ്യണം. അങ്ങനെ ചെയ്തതിന് ശേഷം നല്ലൊരു കോട്ടൺ തുണി കൊണ്ട് എല്ലാം കറകളെല്ലാം തൂത്ത് കളഞ്ഞിട്ട് നല്ലതായിട്ട് ഇച്ചിരി നല്ല രീതിയിൽ സാഫ് പുരട്ടി കൊടുത്തു. സാഫ് പുരട്ടിയതിന് ശേഷം പിന്നീട് ആ ഒരാഴ്ച അതിന് പ്രത്യേകിച്ച് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കൊടുത്തില്ല. ഒരു മാസം വരെയും നല്ലതായിട്ട് അതിനെ ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുറിവെല്ലാം നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് ആ പ്ലാന്റ് വളരാൻ തുടങ്ങി. ആദ്യമേ അതിൻ്റെ ഇലകൾക്കോ അതിൻ്റെ തണ്ടുകൾക്കോ ഒന്നും ഒരു വിഷയമില്ലായിരുന്നു. ഈ നടുഭാഗം മാത്രം ഇങ്ങനെ ചീഞ്ഞുകൊണ്ടേയിരുന്നു. ഇതാണ് അഡീനിയത്തിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം. അതാണ് ഇതിൻ്റെ മുകൾ ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല ഇത് ചീഞ്ഞു പോവുകയാണ് അല്ലെങ്കിൽ അളിഞ്ഞു പോവുകയാണ്. നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. മുഴുവനും ചീഞ്ഞളിഞ്ഞ് വരുമ്പോഴേ നമുക്ക് ഈ പ്ലാന്റ് അയ്യോ അത് നശിച്ചു പോയല്ലോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും അഡീനിയം പ്ലാന്റിന് നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ വളം കൊടുത്തില്ലെങ്കിലും എപ്പോഴും അതിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുങ്ങൾക്ക് ഈ പ്ലാന്റിന് കൂടുതലായിട്ട് നേരിടുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ പുഴുവിൻ്റെ ശല്യം, അതല്ല എങ്കിൽ ഈ ചീയലാണ്. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ആ ചീയൽ വരുന്ന ഭാഗം എത്ര കണ്ട് അത് വേരില്ലെങ്കിൽ പോലും തന്നെയും അത് മുഴുവനും ക്ലീൻ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ പിന്നീട് നട്ടുവെച്ചാലും അത് നന്നായിട്ട് കിളുത്ത് വരും. പക്ഷേ സാഫ് പുരട്ടി നന്നായിട്ടത് ചെയ്യേണ്ടത് ആവശ്യം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു മരുന്നെന്ന് പറഞ്ഞാൽ. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും നന്നായിട്ട് വെള്ളം ഒഴിക്കാതൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഈ അഡീനിയം പ്ലാന്റ് രക്ഷപ്പെടും. ശരിക്കും ശിഖരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഫ്ലവർ വരുമ്പോഴാണ് ഇത്രയധികം പൂക്കൾ ഇതിലുണ്ടാകുമോ അല്ലെങ്കിൽ ഇത്രയധികം വലിയൊരു പ്ലാന്റ് ആണ് ഈ നിന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കാരണം പൂക്കളൊക്കെ ഇല്ലാതാകുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ് വേറൊരു ശോഷിച്ച അവസ്ഥയിലേക്ക് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നത് കാണാം. എന്നാലിപ്പം നിറയെ പൂക്കളായപ്പോഴത്തേക്ക് നല്ലൊരു ഭംഗിയാണ് ഈ പ്ലാന്റ് ഇപ്പോൾ കാണാൻ. അതാണ് അഡീനിയം പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. കാരണം എല്ലാ പ്ലാന്റിൻ്റെയും ഒട്ടുമുക്കാലും ഭാഗം ചീഞ്ഞു പോയാലും നമ്മളത് നന്നായിട്ട് സാഫ് പുരട്ടി വൃത്തിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് രക്ഷപ്പെടും. അങ്ങനെ പോയൊരു പ്ലാന്റിലാണ് ഇത്രയധികം പൂക്കളുണ്ടായിരിക്കുന്നത്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ അത് വലിയൊരു കഷ്ടമായി പോകത്തില്ലേ? അതാണ്. അപ്പം ഒരു അഡീനിയം പ്ലാന്റ് ചീഞ്ഞു പോകുമ്പോൾ അത് നശിച്ചു പോയി എന്ന് കണ്ട് നിങ്ങൾ അതിനെ വിടണ്ട. അതിൻ്റെ എവിടം വരെ ചീയലുണ്ടോ അത്രയും ഭാഗം ചെത്തി ക്ലീൻ ചെയ്യുക. അതിനുശേഷം അതുപോലെ തന്നെ നന്നായിട്ട് കുഴിച്ചു വെക്കുക. പിന്നെ ഒരാഴ്ചത്തേക്ക് വെള്ളം കൊടുക്കാനായിട്ട് പാടില്ലാന്നേ ഉള്ളൂ. അഥവാ ഇനി നമ്മൾ വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുറിവിലൊന്നും വീഴാതെ നല്ല ശ്രദ്ധാപൂർവം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. ഇപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വാക്കുകൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു അഡീനിയം പ്ലാന്റെങ്കിലും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. എന്നാലേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ശരിയാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ അഡീനിയം പ്ലാന്റിൻ്റെ പൂക്കളിൽ വെള്ളം ഒക്കെ വീണാൽ പെട്ടെന്ന് അങ്ങ് നശിച്ചു പോകും. വെള്ളം വീഴാതൊക്കെ ഇത് നിന്നാൽ അത്
കൊഴിഞ്ഞ് താഴെ പോയാലും നല്ല ഫ്രഷായിട്ട് തന്നെ ആ പൂക്കളിരിക്കും. വേണമെങ്കിൽ ഒരു ദിവസം കൂടെ എടുത്ത് നമുക്ക് ഫ്രഷായിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാം. അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. അഡീനിയം പ്ലാന്റിൽ എത്ര ചീഞ്ഞ് പോയെന്ന് പറഞ്ഞാലും അതിൻ്റെ അടിഭാഗം മുതൽ ചീഞ്ഞ് വരുമ്പോഴേ നമുക്ക് അറിയത്തില്ല അത്. പക്ഷേ എപ്പോഴും അഡീനിയം പ്ലാന്റിനെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ ആ കോഡക്സിൻ്റെയോ അല്ലെങ്കിൽ ആ തണ്ടിൻ്റെയോ ഭാവമാറ്റം കാണുമ്പോൾ അറിയാം അവിടെ നിന്ന് ചീഞ്ഞ് പോവുകയാണെന്ന്. പെട്ടെന്ന് നമ്മൾ അറിയാതെ തന്നെ അത് ചെന്ന് തൊട്ട് നോക്കും അവിടെ. അന്നേരപ്പോഴേ നമുക്കത് മനസ്സിലാവും. അപ്പം അഡീനിയം പ്ലാന്റ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർ ഒരു പ്ലാന്റ് വെച്ചാൽ അതിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ പൂക്കൾ കണ്ടപ്പോൾ ഇതിന് നേരിട്ടതായ ആ ചീയലിൽ നിന്ന് ഈ പ്ലാന്റിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നപ്പം അതിലുണ്ടായ പൂക്കൾ, ഇത്രയധികം പൂക്കൾ ഇതിലുണ്ടായി എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആ പൂക്കൾ നിങ്ങളിൽ എത്തിക്കാനാണ് ഞാൻ ഈ ശ്രമം മുഴുവനും നടത്തിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അഡീനിയം പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. മറ്റൊരു പ്ലാന്റുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.